क्राइम अलर्ट, जुर्म के खिलाफ आवाज। ഞാൻ പറഞ്ഞത് ചെയ്യ്, അല്ലെങ്കിൽ ഞാൻ പോലീസിൽ പോയി പറയും. പിന്നെ നിനക്കറിയാലോ എന്ത് സംഭവിക്കുമെന്ന്. ഇതല്ലാതെ വേറെ മാർഗമില്ല എനിക്ക്. ഇല്ല, എനിക്കിനി ജീവിക്കണ്ട. ഞാൻ ജീവിച്ചിട്ട് തന്നെ ഒരു കാര്യമില്ല. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ജീവിതം എനിക്ക് ജീവിക്കണ്ട. ആരാണ് ഈ പയ്യൻ? അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അവൻ ആത്മഹത്യ ചെയ്യാൻ പോലും തയ്യാറായിരിക്കുന്നു. നമ്മൾ കേട്ട ആ സ്ത്രീയുടെ ശബ്ദം, ആ സ്ത്രീ ആരാണ്? ആ സ്ത്രീക്ക് ഈ പയ്യനുമായിട്ടുള്ള ബന്ധം എന്താണ്? നമസ്കാരം, ഞാൻ അമിത് പച്ചോരി. ക്രൈം അലർട്ടിന്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വന്നോളൂ, എന്റെ കൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് എന്ന സ്ഥലത്ത് എന്ത് സംഭവിച്ചു എന്നറിയാൻ. ഒരുപക്ഷെ നിയമാനുസൃതമല്ലായിരിക്കും, പക്ഷെ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് സംഭവിച്ചത്. എന്റെ കൂടെ വരൂ. ഈ കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ സംഭവത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. Happy birthday to you. Happy birthday to you. Thank you. And something special for you. Thank you. അല്ല, നിന്റെ പാർട്ടിന്ന് എങ്ങനെ സൈലന്റ് ആയിട്ട്? മ്യൂസിക്കും ഡാൻസ് ഒക്കെ ഉണ്ടായാലേ കുറച്ച് വൈബാവുള്ളൂ. എന്റെ പാർട്ടിയോ? അത് അടിപൊളിയായിരിക്കണം. മ്യൂസിക് അല്ലേ വേണ്ടത്? ജസ്റ്റ് വെയിറ്റ് ഗൈസ്. कुछ पे फिदा मैं क्यों हुआ അല്ല ഷാഷ, ആന്റി എവിടെ? ഒരുപാടല്ലോ കണ്ടിട്ട്. അവിടെ ഉണ്ട്, കിച്ചണിലുണ്ട്. ആ ശരി, നീ ഇവിടെ ഡാൻസ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. അല്ല ആന്റി, ആന്റി ഇവിടെ തനിച്ചെന്താ ചെയ്യുന്നേ? സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. ഈ കേക്കും കൂൾ ഡ്രിങ്ക്സും എടുക്കാൻ വേണ്ടി വന്നത്. എന്താ ആന്റി ഇത്? ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണോ? എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യില്ലേ? ആന്റി ഇതൊക്കെ വിട്, എന്നിട്ട് ഈ കേക്ക് എടുത്തോണ്ട് പോ. ഞാൻ കൂൾ ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരാം. അല്ല മോനെ, അത് ഒരു പക്ഷേ ശിക്ഷയും ഇല്ല. ആന്റി ചെല്ലു, ഞാൻ വരാം. ടെൻഷൻ എടുക്കണ്ട, ഞാൻ വന്നോളാം. मैंने सदा चाहिए വേണ്ട. നിങ്ങൾ കുട്ടികളുടെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. ഇത് കണ്ടില്ലേ ശാശ, ഞാൻ ആന്റിനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞതല്ലേ, പക്ഷെ ആന്റി ഒരു സ്റ്റെപ്പ് പോലും ഇടുന്നില്ല. എന്ത് പറ്റി മമ്മ? ഇവൻ പറഞ്ഞു കേട്ടില്ലേ? വാ ഞങ്ങളുടെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കേ. നിനക്ക് എന്താ വട്ടാണോ? ഞാൻ ഡാൻസ് കളിക്കാനോ? അതോ ഈ പ്രായത്തിൽ?
എന്താ ആന്റി ഇത്? ഡാൻസ് കളിക്കുന്നതിന് എന്ത് ഏജ് ലിമിറ്റാ? അതിനെന്താ ആന്റി, മാധുരി ദീക്ഷിത് നോക്ക്, ഇപ്പോഴെന്ന് നന്നായിട്ട് അവർ ഡാൻസ് ചെയ്യുന്നേ. എന്താ ശരിയല്ലേ? മോനെ അത് ആക്ട്രസാ, പിന്നെ ഞാനോ ഒരു സ്കൂൾ ടീച്ചർ. ടീച്ചർ അല്ല മമ്മ, പ്രിൻസിപ്പൽ. അതിനിപ്പോ എന്താ കുഴപ്പമുള്ളത്? ശരി ആന്റി, അങ്ങനെ ആന്റി ഡാൻസ് കളിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും ഡാൻസ് കളിക്കുന്നില്ല. ശരിയല്ലേ guys? അതെ അതെ അങ്ങനെ തന്നെ. അതെ അതെ അതെ. മമ്മ എന്തിനാ എന്റെ പാർട്ടി സ്പോയിൽ ചെയ്യുന്നേ? നല്ല രസമായിരിക്കും ഡാൻസ് ചെയ്യാൻ. ഒന്നും പറയണ്ട, ഞങ്ങൾ കൂടുതൽ ഡാൻസ് ചെയ്യും. വാ, വാ, വേഗം വാ. നല്ല രസമായിട്ടുണ്ടോ? ശരി ചെയ്യാം. ഇതൊക്കെ എന്താ? എന്നോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞ നിങ്ങളൊക്കെ നിർത്തിക്കളഞ്ഞു. ആന്റി അടിപൊളിയായിട്ടാ ഡാൻസ് കളിക്കുന്നത്. എനിക്ക് ആന്റിയുടെ ഒപ്പം ഡാൻസ് ചെയ്യണം. എന്റെ കൂടെയോ? നിന്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ ഡാൻസ് ചെയ്യൂ. ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ എൻജോയ് ചെയ്യൂ. ഇല്ല ആന്റി, ആന്റിനെ പോലെ ഇവിടെ ആരും നന്നായിട്ട് കളിക്കുന്നില്ല. എനിക്ക് ആന്റിയുടെ ഒപ്പം ഡാൻസ് കളിക്കണം. അയ്യോ പ്ലീസ് ആന്റി. ഓക്കെ ഓക്കെ. എന്തു ചേച്ചി, എന്തെങ്കിലും പറ്റിയോ? ഇല്ലില്ല, ഞാൻ ക്ഷീണിച്ചു പോയി. ഇന്ന് ഇത്രയും മതി. നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. അയ്യോ അങ്ങനെ പറയരുത് ആന്റി പ്ലീസ്. ആന്റിയുടെ കൂടെ കളിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. പ്ലീസ് ആന്റി കളിക്കാം ആന്റി പ്ലീസ്. വേണ്ട വേണ്ട, ഇനി എനിക്ക് പറ്റില്ല. അതെന്താ പറ്റാത്തെ? ഇവിടെ ഇത്രയും പേരുണ്ടെങ്കിലും ഇവരെക്കാളൊക്കെ എനർജറ്റിക്കും നന്നായി ഡാൻസ് ചെയ്യുന്നത് മമ്മയാ. ഇന്ന് എന്റെ ബർത്ത്ഡേ, മമ്മ എന്റെ കൂടെ ഡാൻസ് ചെയ്തേ പറ്റൂ. പ്ലീസ് 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 മമ്മ പ്ലീസ്. ഓക്കെ. ഇല്ല, ഞാൻ എന്തൊക്കെയാ ഈ ആലോചിക്കുന്നത്? ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത് തന്നെ വലിയ പാപമാണ്. ഇതാ മോളെ. താങ്ക് യു മമ്മ. ഹേ ഗോർജിയസ്. എടാ ഹാൻസം, നീ എന്താ ഇവിടെ? അതും ഇത്രയും നേരത്തെ? ശരി വാ ഇരിക്കേ. ഹാ, അച്ഛന്റെ ഫ്രണ്ട് ഇവിടെ തൊട്ടടുത്താ താമസിക്കുന്നത്. പുള്ളിക്കാരന് കുറച്ച് പേപ്പേഴ്സ് കൊടുക്കാൻ വന്നതാ. അപ്പൊ തോന്നിയതാ കോളേജിലേക്ക് നിനക്കൊരു ലിഫ്റ്റ് തരാൻ. എന്നെ കുറിച്ച് ഇത്രയൊക്കെ ചിന്തിക്കോ നീ? വെരി നൈസ്. അല്ല വിവാനോനെ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. ഇരിക്കരിക്ക, ഞാൻ ഇപ്പൊ വരാം.
ഡാ ഇത് കഴിക്കേ. ആന്റി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാ വരുന്നത്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മിണ്ടാതിരുന്ന് കഴിക്കേ. നീ പറഞ്ഞത് കേട്ട് ഞാൻ നിന്റെ കൂടെ ഡാൻസ് ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നമ്മുടെ സ്നേഹം ഇതോടെ തീർന്നു. ശരി ആന്റി. മമ്മ ഇവൻ മമ്മ പറഞ്ഞ മാത്രമേ അനുസരിക്കൂ. ഞാൻ എന്തേലും പറഞ്ഞ കേക്ക് പോലും ഇല്ല. വിവ നല്ല കുട്ടിയല്ലേ? ഐ റിയലി ലൈക്ക് ഹിം. മീ ടു ആന്റി. നിങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിക്കുക. ഞാൻ സ്കൂളിലേക്ക് പോകാൻ വൈകി. പെട്ടെന്ന് തന്നെ റെഡി ആവണം. ശരി ആന്റി. നിന്റെ അമ്മ സോ സ്വീറ്റ് ആണ് ശാശ. പുള്ളിക്കാരിയെ പോലെ ഒരു സ്ത്രീനെ ഇപ്പൊ ഒന്നും കാണാൻ കിട്ടില്ല. സോ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഒരുപാട് ലവിങ് ആണ് ശാശ. ഞാൻ വളരെ ഭാഗ്യവതിയാ, കാരണം എനിക്ക് നല്ലൊരു മമ്മയാ കിട്ടിയത്. മമ്മ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? അതായത് എനിക്ക് പപ്പ ഇല്ലെന്നുള്ള കുറവേ തോന്നിയിട്ടില്ല. നിനക്കറിയോ, എന്റെ മമ്മയെ പോലെ നല്ലൊരു മമ്മ വേറെ ഉണ്ടാവില്ല. Something special for you. Thank you. അങ്കിള് മരിച്ചതിന് ശേഷം ആന്റിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും അല്ലേ? അതെ, എനിക്കിപ്പോ 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എന്റെ പപ്പ ഒരു റോഡ് ആക്സിഡന്റിലാണ് മരിച്ചു പോയത്. ബന്ധുക്കൾ എല്ലാവരും മമ്മയോട് പറഞ്ഞു രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ. പക്ഷെ എനിക്ക് വേണ്ടി മാത്രമാണ്, എന്നെ വളർത്താൻ വേണ്ടി മാത്രം മമ്മ വേറൊരു കല്യാണം കഴിച്ചില്ല. ആൻഡ് യു നോ വാട്ട്, പപ്പ ഉണ്ടായിരുന്നിടം വരെ മമ്മ വെറും ഒരു ഹൗസ് വൈഫ് മാത്രമായിരുന്നു. മമ്മ ആരോടും ഒരു സഹായം ചോദിക്കില്ലായിരുന്നു. അതുകൊണ്ട് മമ്മ പിന്നീട് സ്കൂളിലെ ടീച്ചറായിട്ട് ജോലി കയറി. Now she's the principal of that school. It's such a great achievement, അല്ലേ? Yes, she's really great. ആന്റി ഗ്രേറ്റ് മാത്രമല്ല, she's very special. എത്ര കാമാണല്ലേ? ആന്റിക്ക് ദേഷ്യം വരാറില്ലേ? ഒരിക്കലും ഇല്ല. പിന്നെ നിന്നെ കണ്ട മോളാണെന്ന് പറയില്ല. Excuse me. ആന്റി എത്ര സൈലന്റാ, പക്ഷെ നിനക്കാണെങ്കിൽ മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. How dare you? ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല മോനെ. എന്നാ പിടിക്കാൻ വാ.
സാഷ, എനിക്ക് ശ്വാസം കിട്ടാൻ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നു. നീ വേഗം ഒന്ന് വീട്ടിലേക്ക് വാ. 10 മിനിറ്റ് ഞാൻ അവിടെ എത്തിയിരിക്കും. ശരി മോളെ, വേഗം വാ. എനിക്കിപ്പോ തന്നെ വീട്ടിലേക്ക് പോകണം. എന്നാ വാ, ഞാനും നിന്റെ കൂടെ വരാം. മമ്മ, ആന്റി, ആന്റി ഇതാ വെള്ളം കുടിക്ക്. താങ്ക്സ് മോനെ. ഇന്ന് ഞാൻ കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ബുദ്ധിമുട്ടി. ആന്റി എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ആന്റി ഒരുപാട് കെയർ ചെയ്യുന്നു. അതുകൊണ്ട് ആന്റിയുടെ ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരിക്കലും ഇല്ല. മമ്മ, നമുക്ക് മുറിയിലേക്ക് പോവാം. യു നീഡ് ടു റെസ്റ്റ്. നീ മാറി ശാഷ, ഞാൻ ആന്റീനെ എടുത്തോണ്ട് പോവാ. വരൂ ആന്റി. വരൂ ആന്റി, പതുക്കെ പതുക്കെ ഇരിക്കണേ. ഇതെപ്പോഴാ തുടങ്ങിയത് മമ്മ? സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോ പെട്ടെന്ന് ശ്വാസം എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ മമ്മ 2 മണിക്ക് സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്നെ വിളിച്ചത് 2:30 മണിക്കാ. വെറുതെ അത്ര നേരം എന്തിനാ സഫർ ചെയ്തത്? ഇമ്മീഡിയറ്റ്ലി എന്നെ വിളിക്കായിരുന്നില്ലേ മമ്മ? ഞാൻ ചെയ്തിരുന്നു. നീ എന്റെ ഫോണൊന്ന് ചെക്ക് ചെയ്യ. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അതെന്താ എന്റെ ഫോൺ കിട്ടാഞ്ഞത്? മൈ ഗോഡ്, മമ്മ എന്നെ 12 തവണ വിളിച്ചിട്ടുണ്ട്. ഐ എം സോ സോറി മമ്മ. നെറ്റ്വർക്ക് ഇല്ലായിരുന്നിരിക്കാം. റിയലി സോറി. സാരമില്ല മോളെ, അതിൽ നിന്റെ തെറ്റൊന്നുമില്ല. എനിക്ക് സുഖമില്ലാത്ത കാര്യം നിനക്ക് എങ്ങനെ അറിയാൻ കഴിയും? എനിക്ക് പിന്നെ വേറെ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ നിന്നെ ഇൻഫോം ചെയ്യാന്ന് വിചാരിച്ചു. നിന്റെ കൂട്ടുകാരുടെ നമ്പർ പോലും എന്റെ കയ്യിലില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഏതെങ്കിലും തരത്തിൽ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. സാഷ, ഒരു മിനിറ്റ് ആന്റിയുടെ ഫോൺ ഒന്ന്. ദേ ആന്റി, എന്റെ നമ്പർ ആന്റിയുടെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആന്റിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശാശനെ കിട്ടിയില്ലെങ്കിൽ എന്നെ ആദ്യം വിളിച്ച് ഇൻഫോം ചെയ്യൂ. ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ശരി മോനെ. നീ ഇപ്പൊ ആരെയാ വിളിക്കുന്നേ? രശ്മിയെ വിളിക്കുക. ഇന്ന് രാത്രി പോണ്ടതല്ലേ അവളുടെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട്. പക്ഷെ മമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് എങ്ങനെയാ പോവാ? അത് പറയാൻ വേണ്ടി വിളിക്കുക ഞാൻ. എനിക്കൊരു കുഴപ്പമില്ല മോളെ, നീ പൊയ്ക്കോ. എത്ര കാലമായി നീ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ട്? ഒന്ന് പുറത്തിറങ്ങിയാൽ നന്നായിട്ട് ഫ്രഷ് ആകും അല്ലേ? മമ്മ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ മമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നോ മമ്മ, മമ്മിയുടെ ഹെൽത്ത് ഓക്കെ അല്ല. യു നീഡ് കെയർ, യു നീഡ് റെസ്റ്റ്. ആന്റിയുടെ കാര്യം നോക്കാൻ ഞാനില്ലേ സാഷ? ആന്റി പറഞ്ഞത് ശരിയാ. നീ ചെല്ല്. നീ ചെന്നാൽ നിന്റെ മൈൻഡ് കുറച്ച് റിലാക്സ് ആകും. അല്ലെങ്കിൽ എപ്പോഴും പോലെ നീ മുഖവും വീർപ്പിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കാണിച്ചോണ്ടേ ഇരിക്കും. ആന്റി, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നേരിട്ട് കണ്ടല്ലോ. ഇവനായിട്ട് ഇനി വഴക്കിടണ്ട. അവൻ പറയുന്നത് സത്യമാണ്. അവൻ ഇവിടെ ഉണ്ടാവില്ലോ എന്നെ നോക്കാൻ, അല്ലേ? നീ പൊയ്ക്കോ. Are you sure, മമ്മ? 100% ഷുവർ. പിന്നെ നിനക്കിന്ന് രാത്രി തന്നെ പോണ്ടേ? അതെ മോളെ, മെയിൻ ഡോറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി
വിവാൻ എടുത്തു കൊടുത്തേക്ക്. അവന് അകത്തേക്ക് വരാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, അല്ലേ? ഓക്കെ മമ്മ, ഞാനത് കൊടുത്തേക്കാം. അത് ശരി, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? അതെ മമ്മ. പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ ചെന്ന് കുറുമ്പത്തരൊന്നും കാണിക്കരുത്. നീ നന്നായി നിന്നെ നോക്കണം. മമ്മ, മമ്മയും ആരോഗ്യം ശ്രദ്ധിച്ചോണം. എന്തൊരു ബുദ്ധിമുട്ട് തോന്നിയാലും പ്ലീസ് വിവാനെ വിളിക്കണേ മമ്മ. ആ ശരി മോളെ, നീ നിന്റെ കാര്യം മാത്രം നോക്ക. പിന്നെ എന്നെ നോക്കാൻ ഇവിടെ വിവാനുണ്ടല്ലോ. I love you മമ്മ. I love you too. ഹലോ, ആ ശർമ്മ സർ. ആ ഞാൻ ഇപ്പൊ തന്നെ എത്തും. ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. അതെ അതെ അതെ, PTA മീറ്റിംഗ് ഡേറ്റ് ഇന്ന് തന്നെ ഫൈനലൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ. സാഷ, ഹലോ മോളെ, നീ അവിടെ എത്തിയോ? ആ മമ്മ, ഞാനിവിടെ എത്തി. ഇപ്പൊ എങ്ങനെയുണ്ട് മമ്മയ്ക്ക്? യാതൊരു കുഴപ്പമില്ല. മമ്മ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉടനെ വിവാനെ വിളിക്കണം കേട്ടോ. അപ്പൊ തന്നെ എനിക്ക് ഇൻഫോം ചെയ്യണം കേട്ടല്ലോ. ഓക്കെ എന്റെ അമ്മേ, നീ എന്തൊക്കെ പറയുന്നു അത് തന്നെ ഞാൻ ചെയ്തോളാം. പിന്നെ നീ ഒന്നും ആലോചിക്കണ്ട, എന്നെ പറ്റി നീ ചിന്തിക്കേ വേണ്ട. ഓക്കെ? ആ മമ്മ, ഞാൻ ഇവിടെ എൻജോയ് ചെയ്തോളാം. മമ്മ ആരോഗ്യം ശ്രദ്ധിക്കണം. ഓക്കെ, ടേക്ക് കെയർ. ബൈ. ഓക്കെ മോളെ, ബൈ. ഹലോ, ആ ശർമ്മ സർ, അത് എനിക്കിന്ന് വരാൻ പറ്റില്ല. അത് എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല. സർ, അനിത മാഡത്തിനോടൊന്ന് പറയൂ, പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗിനെ പറ്റി ഞാൻ നാളെ സംസാരിക്കാമെന്ന്. ഓക്കെ, താങ്ക് യു ശർമ്മ സർ. ബൈ. ആന്റി, എന്താ പറ്റിയേ? വിവാൻ, വിവാൻ, എനിക്ക് ശ്വാസം എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് വരുന്നു. നീ ഒന്ന് വേഗം വീട്ടിലേക്ക് വാ പ്ലീസ്. വേഗം വരൂ. ആന്റി ഒന്നുകൂടി ടെൻഷൻ ആവണ്ട, ഞാൻ ഉടനെ ഡോക്ടറെ കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഡോക്ടറൊന്നും വേണ്ട. ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു. നീ ഒന്ന് വന്നാ മതി പ്ലീസ്. വിവാൻ, വേഗം ഒന്ന് വീട്ടിലേക്ക് വാ. ശരി ആന്റി, ഞാൻ 2 മിനിറ്റിൽ വരാം. ഓക്കെ ഓക്കെ, ബൈ ബൈ വിവാൻ, ബൈ. ആന്റി, ആന്റിക്ക് തീരെ സുഖമില്ലാത്ത പോലെ ഉണ്ടല്ലോ. ഞാൻ എത്ര പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. വേണ്ട, ഞാൻ കുറച്ച് സമയം മുൻപ് ഡോക്ടറെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചെസ്റ്റിൽ മൈൽഡ് മസാജ് ചെയ്യാനാണ്. അതുകൊണ്ട് ശരിയാവെന്ന് പറഞ്ഞു. അന്ന് സാഷ ചെയ്തില്ലേ ചെസ്റ്റ് മസാജ്? അപ്പൊ എനിക്ക് ശരിയായില്ലേ? ഇന്ന് നീ എനിക്ക് ചെയ്യൂ. ആന്റി, ഞാനോ? ആ വിവാൻ, ഒന്ന് എനിക്ക് ചെയ്തു തരൂ. ഇവിടെ വിവാൻ, കുറച്ചുകൂടി വിവാൻ.
ആന്റി ഞാൻ റിച്ചനെ വിളിക്കാം, അവളാകുമ്പോ ശരിക്കും ചെയ്യും. വേണ്ട വിവാൻ, അത് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് അത് റിച്ചയെ കൂടി ചെയ്യാൻ പറ്റില്ല വിവാൻ. വരൂ. ആന്റി ആന്റി എന്തൊക്കെയാ ചെയ്യുന്നേ? ഇതൊക്കെ ഞാൻ പറഞ്ഞത് ചെയ്താ മതി, അല്ലെങ്കിൽ നിനക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ പോലീസിനോട് പോയി പറയും നീ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന്. പിന്നെ നിനക്ക് ആലോചിക്കാമല്ലോ എന്ത് സംഭവിക്കുമെന്ന്. ഇല്ല, ഞാൻ ഇതൊന്നും ചെയ്യില്ല. പ്ലീസ് വിവാൻ, അങ്ങനെ തിരിച്ചു പോലെ. വർഷങ്ങളെ ഞാൻ തപസ് ചെയ്യുക. എന്നെ ഒന്ന് സ്നേഹിക്കൂ വിവാൻ, പ്ലീസ് എന്നെ ഒന്ന് സ്നേഹിക്കൂ പ്ലീസ്. ഇല്ലെങ്കിൽ ഹലോ. ഹായ് വിവാൻ, എന്തു പറ്റി? നിന്റെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്നെ? ഒന്നുമില്ല, കുറച്ച് സുഖമില്ല, അത്രേ ഉള്ളൂ. ഓ, നീ ആരോഗ്യം ശ്രദ്ധിക്കാറേ ഇല്ല. ഡോക്ടറെ കാണിച്ചോ നീ? ഇല്ല, ഇപ്പൊ അങ്ങോട്ടേക്കാ പോകുന്നേ. അത് ശരി. അല്ല, മമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നീ പോയി കണ്ടായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. അല്ല, എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ബൈ. എവിടെയാ വിവാൻ നീ? ഒന്ന് വന്നൂടെ പ്ലീസ്? പ്ലീസ് ഒന്ന് വാ. മനുഷ്യന്റെ ഒരേ ഒരു തെറ്റ് കാരണം പല ജീവിതങ്ങൾ നശിക്കാൻ സാധ്യതയുണ്ട്. എന്നാണോ സുഗന്ധയുടെ മറ്റൊരു മുഖം വിവാൻ കണ്ടത്, ആ ദിവസം തന്നെ അവൻ സുഗന്ധയോട് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മോശം ദിവസം കാണേണ്ടി വരില്ലായിരുന്നു. ഈ കാര്യം അവൻ തന്റെ സുഹൃത്തായ സാഷയോടും പറയണമായിരുന്നു. സുഗന്ധ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കുറ്റാരോപിതനാക്കി വിവാനെ തന്റെ കാമത്തിന്റെ ഇരയാക്കുകയായിരുന്നു. അവർക്ക് ഇത്തിരി നേരത്തെ സുഖമാണ് കിട്ടിയത്. പക്ഷെ വിവാൻ, അവന്റെ മനസാക്ഷി ഈ സംഭവം വല്ലാതെ ബാധിച്ചു. തെറ്റു ചെയ്തു എന്നുള്ള കുറ്റബോധം കൊണ്ട് അവൻ ശരിക്കും കുടുങ്ങിപ്പോയി. ഇങ്ങനെയാണെങ്കിൽ ഈ ബന്ധം ഇതേപോലെ പോകുമോ? അതോ സാഷയ്ക്ക് എന്തെങ്കിലും അവളുടെ അമ്മയുടെ പ്രവൃത്തികൾ അറിയാൻ പറ്റുമോ? അതല്ലെങ്കിൽ സുഗന്ധ ഇതേപോലെ ജീവിതകാലം മുഴുവൻ വിവാനെ കെണിയിലാക്കിക്കൊണ്ടേയിരിക്കുമോ? വരൂ, നമുക്ക് നോക്കാം. ഒരാണിന്റെ സ്പർശനത്തിനായി ഞാൻ ഒരുപാട് കൊതിച്ചുപോയി. താങ്ക്സ് വിവാൻ. നിന്നിലൂടെയാണ് ഞാനത് മനസ്സിലാക്കിയത്. എന്നിൽ ഇന്നും ഒരു സ്ത്രീ ജീവനോടെയുണ്ടെന്ന്. അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്ന്. ഇല്ല ഇല്ല, എനിക്കിങ്ങനെ സംഭവിച്ചൂടാ. എനിക്കിങ്ങനെ സംഭവിക്കണ്ട.
എനിക്ക് ചാവണം. എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കണ്ട. മോളെ സാഷ, നീ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? പിന്നെ പറ, രശ്മിയുടെ ഹസ്ബൻഡ് കാണാൻ എങ്ങനെയുണ്ട്? നീ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടോ? എന്തു പറ്റി സാഷ? നീ എന്താ ഇത്ര മൂഡ് ഓഫ് ആയിരിക്കുന്നേ? എന്താ ഇങ്ങനെ കരയുന്നേ? എന്താ പറ, കാര്യം എന്താ? വിവാൻ എന്താ പറ്റിയത്? നമ്മുടെ വിവാൻ is dead, മമ്മ. അവൻ suicide ചെയ്തു. ഇല്ല. എന്താ ആന്റി, നിങ്ങൾ എന്തിനാ എന്നെ കണ്ടിട്ട് പേടിക്കുന്നേ? എന്താ ഇന്ന് എന്നെ സ്നേഹിക്കില്ലേ? വാ ആന്റി, ഞാൻ നിങ്ങളുടെ വിവാനാണ്. മമ്മ, അയ്യോ, എന്താ എന്ത് പറ്റി മമ്മ? എന്താ എവിടെ? എന്ത് അവിടെയുണ്ട്? ഇല്ല ഇല്ല മമ്മ, ആരുമില്ല അവിടെ. ഞാൻ പറയുന്നത് കേൾക്ക്, അവിടെ തന്നെയുണ്ട്. ഇല്ല 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 മമ്മ, ഇല്ല, ആരുമില്ല ഇവിടെ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നോക്ക്, അങ്ങോട്ട് നോക്ക്, ആരുമില്ല. നോക്കും മമ്മ, ഇവിടെ മമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. മമ്മ ആവശ്യമില്ലാതെ പേടിക്കുക. വല്ല ദുസ്വപ്നവും കണ്ടിട്ടുണ്ടാവും. മമ്മ മമ്മ, വാ, വന്ന് കിടക്കാൻ നോക്ക്, ഉറങ്ങുക, അല്ലെങ്കിൽ അസുഖം കൂടത്തേ ഉള്ളൂ. ഒന്നുമില്ല, ഉറങ്ങിക്കോ, ഞാനില്ലേ ഇവിടെ. ആന്റി, എന്നെ സ്നേഹിക്കില്ലേ ആന്റി? എന്തു പറ്റി? അടുത്തേക്ക് വാ ആന്റി. എന്ത് പറ്റി മമ്മ? എന്താ എന്താ ഉണ്ടായേ? പറ, എന്താ ഉണ്ടായേ? ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ നീ കേട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആരോ ഉണ്ടെന്ന്. പുറകില് നോക്ക്. അവിടെ ആരുമില്ല. അവിടെ ആരുമില്ല മമ്മ. എന്തിനും ഇത്ര പേടിക്കുന്നേ? ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കേ സാഷ. ഇവിടെ ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നു സാഷ. ഇവിടെ ആരും ഇല്ല മമ്മ, നമ്മള് മാത്രമേ ഉള്ളൂ. വന്നേ, വാ വാ.
വന്നേ. കിടന്നുറങ്ങിക്കോ. വാ, ഇങ്ങോട്ട് വാ, ഉറങ്ങിക്കേ. ഉറങ്ങണം കേട്ടോ. ഇവിടെ ഒന്നും ആരുമില്ല. ഇവിടെ ഒരു കുഴപ്പമില്ല. എല്ലാം മമ്മയുടെ തോന്നല. ആരും ഇങ്ങോട്ടേക്ക് വരില്ല. ഇത്തവണ ആരും വരാൻ പോകുന്നില്ല. ഞാനും മാത്രം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും ആൻറ്റി. നിങ്ങൾ എന്നെ എത്ര സ്നേഹിച്ചോ അത്ര ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. വരൂ ആൻറ്റി, വരൂ. എന്നോട് 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 എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഞാൻ നിന്നോട് എന്താ ചെയ്തത്? ഞാൻ നിന്നെ കൊന്നിട്ടില്ല. എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ടല്ല എന്നെ കൊന്നത്, അത് സത്യമാണ്. അതേസമയം എൻ്റെ മരണത്തിന് കാരണക്കാരൻ നിങ്ങളുമാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയല്ലേ? രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റൊക്കെ സമ്മതിക്ക്. അല്ലെങ്കിൽ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഇതേ രൂപത്തിൽ തന്നെ ഉണ്ടാകും. ഞാൻ പറയാം. പിന്നെ പിന്നെ നീ എന്നെ വെറുതെ വിടുമല്ലോ അല്ലേ? എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ പറഞ്ഞോളാം, ഞാൻ പറയാം. ഞാൻ തന്നെയാ ശ്വാസം മുട്ടുന്നത് കള്ളം പറഞ്ഞ നിന്നെ എന്റെ അടുത്തേക്ക് വരുത്തിയത്. എനിക്ക് ശ്വാസ സംബന്ധമായി ഒരു അസുഖവും ഉണ്ടായിട്ടില്ല. അന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ നിന്നോട് ശ്വാസം മുട്ടലുണ്ടെന്ന് കള്ളം പറഞ്ഞ് നിന്നെ വിളിച്ചു നിർത്തി. എന്നിട്ട് നിന്നോട് മസാജ് ചെയ്യിച്ചു. എന്നിട്ട് നിന്നോട് പറഞ്ഞു എന്നോടൊപ്പം കിടത്ത് പങ്കിട. പക്ഷെ നീ എന്നോട് അത് പറ്റില്ലെന്ന് പറഞ്ഞു. മാറി നിന്നു. അതെ, മാറി നിന്നു നീ. അത് കാരണം ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു. നീ എന്റെ ആഗ്രഹത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. നീ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് ഞാൻ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാ നീ എന്റെ വലയിൽ വന്ന് വീണത്. അങ്ങനെ എത്ര ദിവസം സാക്ഷ ഇവിടെ ഇല്ലാതിരുന്നോ ഓരോ ദിവസവും ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. എന്റെ ശരീരത്തിൽ ആളിക്കത്തുന്ന ആ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിച്ചു. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ ശരിക്കുള്ള രൂപം? നിങ്ങളെ ഞാൻ എത്ര സ്നേഹിച്ചത്, എന്നിട്ട് നിങ്ങളോ ഇത്ര വൃത്തികെട്ട സ്ത്രീയായിരുന്നോ? മോളെ സാഷ, വിവാൻ നോക്ക്. എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നു. മോളെ നോക്ക്, ഞാൻ പറയുന്നത് നീ ഒരക്ഷരം മിണ്ടി പോരുത്. എനിക്കിനി ഒന്നും കേക്കണ്ട. വിവാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പാവം മനുഷ്യൻ നിങ്ങളുടെ വൃത്തികെട്ട പെരുമാറ്റം കാരണം മരിക്കാൻ പോയതാ. ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ
കഴിഞ്ഞ പോലെ നിൽക്കാതെ ഉത്തരം പറ. മരിക്കാനും മാത്രം നിനക്ക് അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായത്? അത് ശാശ, നിന്റെ അമ്മ. ഇല്ല, അങ്ങനെ ഒരിക്കലും നടക്കില്ല. കള്ളം പറയാ, നീ കള്ളം പറയാ. എന്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നീ നുണ പറയാ. അല്ല ശാശ, അങ്ങനെ ഞാൻ കള്ളം പറയാണെങ്കിൽ ഞാൻ എന്തിനാ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യണ്ടേ? ആദ്യമൊക്കെ എനിക്ക് വിവാൻ പറഞ്ഞത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ ഞാൻ ജീവനോളം സ്നേഹിച്ചിരുന്ന എന്റെ മമ്മ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? പക്ഷെ വിവാൻ സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ടാണ് എനിക്ക് അവനെ വിശ്വസിക്കാൻ തോന്നിയത്. അതിനു വേണ്ടിയാ, അത് തെളിയിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. നിങ്ങളുടെ തനി നിറം എന്താന്ന് എനിക്ക് അറിയണമായിരുന്നു. അവിടെ അതിന് ആരുമില്ലല്ലോ മമ്മ. അവിടെയുണ്ട്. ആരുമില്ല. ഇവിടെ മമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എന്തിനാ മമ്മ, എന്തിനാ ഇങ്ങനെ ചെയ്തേ? ശാരീരിക ബന്ധം അത്ര അത്യാവശ്യമായിരുന്നെങ്കിൽ ആരെങ്കിലും കല്യാണം കഴിക്കായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് നാണല്ലേ? സ്വന്തം മോന്റെ പ്രായമുള്ള ഒരാളോട് ഇത്ര മോശമായിട്ട് പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത്? ഇൻസ്പെക്ടർ സർ, പിടിച്ചോണ്ട് പോയവരെ ഇവിടുന്ന്. അവരെ വിളിച്ചോണ്ട് വാ. അനാവശ്യമായ ഒരു ബന്ധത്തിന് വേണ്ടി വിവാനെ അവർ നിർബന്ധിച്ചപ്പോൾ കോടതി സുഗന്ധയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ 5 വർഷത്തെ കഠിന തടവാണ്. നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി നിയമങ്ങളുണ്ട്. പക്ഷെ സുഗന്ധയെ പോലുള്ള സ്ത്രീകൾ അങ്ങനെയുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. പറഞ്ഞു വരുമ്പോൾ അപകടമാണ്. നിയമവിരുദ്ധവും ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭീഷണി വന്നാൽ ഉടനെ തന്നെ നിയമസഹായം തേടണം. ഒരിക്കലും അതിന് വഴങ്ങരുത്. കാരണം നിയമം എപ്പോഴും സേവകനായി കൂടെയുണ്ട്. നിങ്ങളുടെ പരിസരത്ത് നടക്കുന്ന ഏതെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ പോലീസിനോട് പറയാൻ നിങ്ങൾ മടിക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ സമൂഹവും രാജ്യവും സുരക്ഷിതമായിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് അമിത് പച്ചോരിയുടെ ക്രൈം അലർട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഞാൻ വാക്ക് തരുന്നു, അടുത്ത നിങ്ങളെ നടക്കുന്ന ഒരു സംഭവമായി ഞാൻ നിങ്ങളെ വീണ്ടും വന്ന് കാണും. ഇറ്റ്സ് ബെറ്റർ ടു ബി സേഫ് ദാൻ സേ സോറി. എപ്പോഴും സുരക്ഷിതരായിരിക്കൂ. ജയ് ഹിന്ദ്.